ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ ജനം ജനത്തിനെതിരായിട്ടും നാട് നാടിനെതിരായിട്ടുമൊക്കെ മാറുന്നത് നാം കാണുന്നുണ്ട്. വളരെ കാലത്തിന് മുമ്പ് തന്നെ ക്രിസ്തു ഇത് പ്രവചിച്ചതുമാണ്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, വ്യാജ പ്രവാചകന്മാർ ധാരാളം വരും. ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരും. യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാവും, ആരോപണങ്ങളുണ്ടാവും, കിംവദന്തികളുണ്ടാവും. ജനം ജനത്തിനെതിരായിട്ട് തിരിയപ്പെടുകയും ചെയ്യും. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, നാം ഒക്കെ കണ്ടുമുട്ടുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഇന്ന്? ഓരോ വ്യക്തിയുടെയും നന്മ തിരിച്ചറിയപ്പെടാൻ സാധ്യമാകാതെ കുറവുകളിലേക്ക് മാത്രം കണ്ണോടിച്ചുകൊണ്ട് അതിനെയൊക്കെ വാണിജ്യവൽക്കരിക്കുവാനുള്ള വലിയ പ്രഹസനങ്ങളല്ലേ ചുറ്റുവട്ടങ്ങളിൽ നാം കാണുക. യഥാർത്ഥമായ സത്തയും കാമ്പുമൊക്കെ അന്വേഷിക്കുവാൻ നമ്മിൽ ആർക്കാണ് സമയമുള്ളത്? എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അവയെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്നുവരെ നൽകിയ നന്മകളും സമൃദ്ധികളുമൊന്നും വിസ്മയിക്കപ്പെട്ടു പോകാതെ നീ ഇന്നും ദൈവത്തോട് കൂടെ ആവേണ്ട സമയമാണിതെന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത മേഖലയിലൊക്കെ നന്മയുടെ പാത സ്വീകരിക്കപ്പെടുവാൻ അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ പരിശ്രമിക്കാം. പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ്. സ്വജീവിതം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി കൊടുക്കുവാൻ മനസ്സ് കാണിച്ച ഒരു കാൽവരി അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ കാൽവരി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാമൊക്കെ പലപ്പോഴും തിരിഞ്ഞു പോകാറല്ലേ ചെയ്യാറുള്ളത്. നമുക്ക് ഈ മാക്സിമിലിയൻ കോൾബയുടെ ഓർമ്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലും സന്തോഷവും സമാധാനം ഉണ്ടാകുവാനും എല്ലാം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാനുമുള്ള ഒരു മനസ്സ് തരണമേ എന്ന്, അതിനുള്ള ശക്തി സമ്മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഓഗസ്റ്റ് മാസം 14-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. മാക്സിമിലിയൻ കോൾബെ 1894 ജനുവരി 17-ാം തീയതി പോളണ്ടിൽ ജനിച്ചു. കോൾബയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ദൈവമാതാവിന്റെ ദർശനമുണ്ടായി. വെളുത്തതും ചുവന്നതുമായ 2 കിരീടങ്ങൾ കാണിച്ചുകൊണ്ട് ഏതാണ് സ്വീകരിക്കുന്നതെന്ന് മാതാവ് കോൾബയോട് ചോദിച്ചു. വെളുത്ത കിരീടം അദ്ദേഹം ജീവിതത്തിൽ ശുദ്ധത കാത്തുസൂക്ഷിക്കണം എന്നതിനെയും ചുവന്ന കിരീടം രക്തസാക്ഷിത്വം വരിക്കണം എന്നതിനെയും സൂചിപ്പിച്ചു. കോൾബെ 2 കിരീടങ്ങളും സ്വീകരിച്ചു. കോൾബെ ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സമൂഹത്തിൽ ചേർന്നു. 1918 റോമിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. അമലോത്ഭവ മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്താൽ പ്രചോദിതനായി മരിയൻ സേന എന്ന സംഘടന സ്ഥാപിക്കുകയും സ്വന്തം മണ്ണിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ജപ്പാനിലുള്ള അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനം മാതാവിന്റെ മധ്യസ്ഥതയിൽ ഭരമേൽപ്പിച്ചു. പോളണ്ടിലേക്ക് പോകും വഴി 1932 ജൂൺ മാസം അദ്ദേഹം എറണാകുളത്തും ആലുവയിലും എത്തുകയും താമസിയാതെ മടങ്ങുകയും ചെയ്തു. പോളണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ 2-ാം ലോകമഹായുദ്ധകാലത്ത് നാസി പടയാളികൾ പിടികൂടുകയും ഔഷ്വിറ്റ്സ് എന്ന തടങ്കൽ പാളയത്തിൽ അടയ്ക്കുകയും ചെയ്തു. 1941 ജൂലൈ അവസാനം ഈ തടങ്കൽ പാളയത്തിൽ നിന്നും 3 തടവുകാർ രക്ഷപ്പെട്ടു. ക്ഷുഭിതരായ നാസി പട്ടാള മേധാവികൾ 10 തടവുകാരെ പട്ടിണി കിടന്നുള്ള മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ ഒരാളായിരുന്ന ഫ്രാൻസിസേക്ക് ഗജോവ്നിസേക്ക് അനാഥരായി തീരുവാൻ പോകുന്ന തന്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് വാവിട്ട് കരഞ്ഞു. ഇത് കണ്ടുനിന്ന ഫാദർ കോൾബെ അയാൾക്ക് പകരം മരണം വരിക്കുവാൻ തയ്യാറായി. മരണം കാത്തു കഴിയുമ്പോൾ ഫാദർ കോൾബെ മറ്റു തടവുകാരോടൊപ്പം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആഹാരവും ജലവും ലഭിക്കാതെ 2 ആഴ്ച കഴിഞ്ഞിട്ടും മരിക്കാതിരുന്നതിനാൽ 1941 ഓഗസ്റ്റ് 14-ാം തീയതി വിഷം കുത്തിവെച്ച് ഫാദർ കോൾബയെ വധിച്ചു. 1982 ഒക്ടോബർ മാസം 10-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, നാം ആയിരിക്കുന്ന ജീവിത മേഖലയിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുവാൻ സാധ്യമാകുന്നില്ലെങ്കിലും നമ്മുടെ സമയവും നമ്മുടെ പ്രാർത്ഥനയും എങ്കിലുമൊക്കെ അവരുടെ നന്മയ്ക്കു വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഓടിയൊളിച്ചു പോകുന്നവരായി മാറാതെ, സഭയെ വിമർശിച്ചുകൊണ്ട്, കുത്തുവാക്കുകൾ ആരോപിച്ചുകൊണ്ട്, വിമർശന ഭാഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറുന്നവരായി മാറാതെ,
സ്വജീവിതം പോലും ദാനമായി കൊടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ഓർമ്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ എല്ലായ്പ്പോഴും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.